കാലുകളുടെ ആത്മീയതയെപ്പറ്റി ചിന്തിക്കുന്ന ഈ ഒരു വചന ധ്യാനത്തിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിനാധാരമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 52-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നീ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതൻ്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. സുവാർത്താദൂതൻ്റെ കാൽ പർവ്വതങ്ങളുടെ മേൽ എത്ര മനോഹരം. കാലിൻ്റെ മനോഹാരിത എന്നത് ആത്മീയമായ ഒരു വിഷയമായി അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അവതരിപ്പിച്ച അനുഭവങ്ങൾ അല്ലെങ്കിൽ അപ്രകാരമുള്ള ദൂതുകൾ അധികം ആളുകളും കേട്ടിരിക്കാൻ സാധ്യതയില്ല എന്നതാണ് എൻ്റെ ധാരണ. കാരണം ഞാൻ വളരെ വളരെ വിരളമായി മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നുള്ളൂ. എന്തുകൊണ്ടോ വചന ശുശ്രൂഷയിൽ മിനിസ്ട്രി ഓഫ് ദ വേർഡ് അത് ചില പ്രത്യേകമായ എല്ലാവർക്കും താല്പര്യം തോന്നാമെന്ന് ധരിക്കപ്പെട്ടിരിക്കുന്ന ചില വാചകങ്ങൾ മാത്രമെടുത്ത് അതിനെ മാത്രം കറവപ്പശുവിനെ പോലെ കറന്ന് പാല് പറ്റിയാലും കറന്ന് ഇങ്ങനെ പോകുന്ന ഈ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന യാഥാർത്ഥ്യങ്ങളെ, വലിയ ഗ്ലാമറൊന്നുമില്ല എന്ന് തോന്നുന്ന വിഷയങ്ങളെ അതിൻ്റെ ആത്മീയത അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ആത്മീയതയിൽ കൂടെ കാണുന്നത്, പരിഗണിക്കുന്നത്, ചിന്തിക്കുന്നത് ഉചിതമാണ് എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതനുസരിച്ചാണ് ഇതിലുള്ള ധ്യാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. അപ്പോൾ സുവാർത്താദൂതൻ്റെ കാലുകൾ പർവ്വതങ്ങളുടെ മേൽ അതിമനോഹരമാണ്. ഈ ഭാഗം ഞാൻ ആദ്യമായി പരിഗണിച്ചപ്പോൾ, ആദ്യമായി ഞാൻ ഈ ഭാഗത്തെ പരിചയപ്പെട്ടപ്പോൾ അനേക നാളുകൾക്ക് മുൻപ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പൊന്തി വന്ന ചോദ്യം, എന്തുകൊണ്ടാണ് കാലുകൾക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കാലിൻ്റെ സൗന്ദര്യത്തെ ഇത്ര പ്രാഗൽഭ്യത്തോടെ ശ്രദ്ധേയമായി അവതരിപ്പിച്ചിരിക്കുന്നത്? അതിൻ്റെ കാരണം, നാം സൗന്ദര്യത്തെ ഘടിപ്പിക്കുന്നത് മനുഷ്യൻ്റെ മുഖത്തോടും മനുഷ്യരുടെ മുഖത്തോടും പിന്നെ ശരീരഭംഗിയോടും കൂടെയാണ്, ആകൃതിയുടെ ഭംഗിയോടും കൂടെയാണ്. മുഖ്യമായും മുഖത്തെ നോക്കിയാണ് ഒരു വ്യക്തിക്ക് സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. നമ്മളിൽ ആരും തന്നെ, ഈ ഭൂമിയുടെ പരപ്പിൽ ആരും തന്നെ ആരുടെയെങ്കിലും കാല് നോക്കി ആ വ്യക്തിയുടെ സൗന്ദര്യത്തിൻ്റെ അളവ് തീരുമാനിക്കാറില്ല എന്നത് നമുക്ക് വളരെ നിശ്ചയമായി വിശ്വസിക്കാവുന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ട് ഇത് പറയുന്നു. സുവാർത്താദൂതനായ നല്ല വാർത്തകൾ വഹിച്ചു കൊണ്ടുവരുന്നവൻ്റെ കാലുകൾ പർവ്വതങ്ങളുടെ മേൽ മനോഹരമായിരിക്കും. ഇത് അതിവിശിഷ്ടമായ ഒരു ആവിഷ്കാരമാണ്. ഇതിൻ്റെ പ്രത്യേകതകളോട്, ഇതിൻ്റെ ആത്മീയമായ സൂചനകളോട് പൂർണ്ണ രൂപത്തിൽ നീതി പാലിപ്പാൻ നമുക്ക് ഒരു ചെറിയ ധ്യാനത്തിൽ കൂടെ സാധ്യമല്ല എന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്നു. അവിടെ സുവാർത്തയുടെ ഉള്ളടക്കത്തിൻ്റെ 3 ഭാഗങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും പെറുക്കിയെടുത്ത് സാധാരണ വേദപുസ്തക സംബന്ധമായ ദൂതുകളിൽ സെർമൺസിലുള്ളതുപോലെ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാലും നമ്മുടെ മനസ്സിൽ അത് ഓർത്തിരിക്കുന്നത് പ്രയോജനം ചെയ്യുമെന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. സമാധാനത്തെ ഘോഷിക്കുക, അത് നമ്മുടെ കടമയാണ്. സമാധാനത്തെ ഘോഷിക്കുക, നന്മയെ സുവിശേഷിക്കുക. മൂന്നാമത് പറയുന്നത് സിയോനോട്
നാം ഇപ്പോൾ അത് ലോകത്തോട് മുഴുവനും നിൻ്റെ ദൈവം വാഴുന്നു എന്ന് പറയുക. ദൈവം വാഴുന്നു, ദൈവം വാഴുന്നു. നിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുണ്ടാകണമെന്ന സൂചനയാണ്, അല്ലാതെ ദൈവം നമ്മുടെ സ്വകാര്യ സ്വത്താണ് എന്ന സൂചനയല്ല. അങ്ങനെ വചനം തെറ്റിദ്ധരിച്ച് വളരെയധികം വികൃതികൾ ഉണ്ടാക്കിയ ഒരു വലിയ ചരിത്രം നമുക്കുണ്ട്. അവയൊക്കെയും ഉപേക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ദൈവം ഏകദൈവമാണെന്നും ഏകദൈവം സർവ്വവ്യാപിയാണെന്നും എല്ലാ സൃഷ്ടിയുടെയും കർത്താവാണെന്നും നാം പറയുകയും അതേസമയം ദൈവം നമ്മുടെ സ്വകാര്യ സ്വത്താണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറയുകയും ചെയ്യുന്ന ഈ വലിയ വിരോധാഭാസം വലിച്ചെറിയാൻ സമയം വൈകിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവം എൻ്റെ സ്വകാര്യ സ്വത്താണ് എന്നവകാശപ്പെടുന്ന ആർക്കും സമാധാനത്തിൻ്റെ ദൂതുമായി മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാനോ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ വസിക്കുവാനോ സാധ്യമല്ല. ലോകത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടണമെങ്കിൽ യേശു ശമരിക്കാരി സ്ത്രീയോട് പറഞ്ഞതുപോലെ ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല. കാരണം സർവ്വലോകത്തെയും സൃഷ്ടിച്ച ദൈവം തന്നെ ഒരു മലയിൽ പരിമിതപ്പെടുത്തി സ്ഥാപിക്കുകയില്ല എന്ന് നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരറിയുന്ന അത്രമാത്രം ലളിതമായൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടോ ഇത് വിശ്വാസിയുടെ തലച്ചോറിൽ പതിക്കുന്നില്ല. അതിന് കാരണങ്ങളുണ്ട്. ഞാൻ കാരണങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ സമാധാനത്തിൻ്റെ വാഹകരായി വരിക, നന്മ സാക്ഷീകരിക്കുക, ദൈവമാണ് ലോകത്തിൻ്റെ പരമാധികാരി എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നവരുടെ മനോഹാരിത അവരുടെ മുഖത്തും ശരീരത്തും ഒന്നും നോക്കേണ്ട, കാലിൽ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അത് കാലിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതാണ് നാം ഇനി ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി ഞാൻ 1-2 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കട്ടെ. പ്രധാനമായിട്ടും ഒരുപക്ഷെ 2 കാര്യങ്ങളെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞാൻ കേരളത്തിലാണ് വസിക്കുന്നത്. ഇവിടെ കാലിന് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ പുച്ഛത്തോടു കൂടെയാണ് കാല് പരാമർശിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭാരതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ എല്ലാറ്റിനെയും നിയന്ത്രിച്ച് ബലപ്പെടുത്തി നിർത്തുന്ന കാസ്റ്റ് സിസ്റ്റം, അതിൻ്റെ ഉറവിടമായി പറയപ്പെടുന്നത് ഈ 4 വർണ്ണങ്ങൾ, അതായത് ബ്രാഹ്മിൻസ്, ക്ഷത്രിയസ്, വൈശ്യസ്, ശൂദ്രസ്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഈ 4 കാസ്റ്റിൽപ്പെട്ട ആളുകളുടെ ആവിർഭാവം എന്താണ്? അവർ ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന്, കയ്യിൽ നിന്ന്, തുടയിൽ നിന്ന്, പാദത്തിൽ നിന്ന് ഉത്ഭവിച്ചു. ബ്രഹ്മാവ് 4 പ്രസവിച്ചു. അത് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ 4 തട്ടങ്ങളിൽ നിന്നാണ്. ഏറ്റവും മുകളിൽ നിന്ന് ഉണ്ടായത് ബ്രാഹ്മണരാണ്. കുറച്ചുകൂടെ താഴോട്ട് ഉണ്ടായത്, ഭുജബലം ഉണ്ടായത് അവരാണ് യുദ്ധം നടത്തേണ്ടവർ. ബ്രാഹ്മണരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അവരുടെ പരമമായ കടമയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് അവരുണ്ടായി. പിന്നെ വൈശ്യർ, അവർ ധനമൊക്കെ ഉണ്ടാക്കേണ്ട ആളുകൾ, അവർ തുടയിൽ നിന്നുണ്ടായി. തുടയും ധനവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് അത്ര ബോധ്യമല്ല, പക്ഷെ അങ്ങനെയാണ് ഉണ്ടായത്. എന്നാൽ ശൂദ്ര വരുമ്പോൾ കാൽ പാദത്തിൽ നിന്ന് ഉണ്ടായി. അപ്പോൾ അത് അത്രമാത്രം നീചമാണ് എന്ന ഒരു ധാരണയിലാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ കാലിന് വലിയ മനോഹാരിതയുണ്ട് എന്ന യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിലെ ഈ ഒരു വാക്യം എന്നെ വളരെ വെല്ലുവിളിക്കും. രണ്ടാമത്തെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഒരു വയസ്സനാണ്.
നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 70 വയസ്സ് കഴിഞ്ഞാൽ അത് പിന്നെ വയസ്സനാണ്, അല്ലെ പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുതുക്കനാണ്. അപ്പം ഞാൻ അവസ്ഥയിലാണ്. എനിക്ക് 74 വയസ്സുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെപ്പറ്റി വിവാദം ആവശ്യമില്ല. അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ട കാര്യമൊന്നും എനിക്ക് പലരെ അറിയാം. അവരുടെ വയസ്സ് മറച്ചു വെച്ചുകൊണ്ട് നടക്കുക, അവരത്രമാത്രം പ്രായം ചെന്നിട്ടില്ല എന്ന് നടിക്കുക. ഇങ്ങനെയുള്ള ഒരു പ്രഹസനത്തിൻ്റെ കാരണം അത് അങ്ങനെ നടിച്ചു നടക്കുന്ന ആളുകളുടെ ദുരഭിമാനം മാത്രമല്ല, സമൂഹത്തിലാകമാനം പരന്നു കിടക്കുന്ന ധാരണ കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ ധാരണ എന്താണ്? ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ഇത് വെറും പഴഞ്ചരക്കാണ്, പാഴ്ത്തടിയാണ്. അങ്ങനെയുള്ള സമൂഹത്തിൽ ആ കാഴ്ചപ്പാട് സ്ഥിതി ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ആ ദുർവിധിയുടെ അടിമയായി കിടക്കേണ്ട വ്യക്തികൾ, അവർക്ക് വേണ്ടതുപോലെ ആത്മധൈര്യമില്ല എങ്കിൽ, അവരുടെ വ്യക്തിപരമായ വിലയെപ്പറ്റി അവർക്ക് വേണ്ട ബോധ്യമില്ല എങ്കിൽ, അവർ ഞങ്ങൾക്കത്ര പ്രായമൊന്നുമില്ലേ എന്ന് പറഞ്ഞ് തലമുടിയൊക്കെ ഒന്ന് കറുപ്പിച്ച് പിന്നെ മുഖത്തൊക്കെ ചെയ്യാവുന്ന പണികളൊക്കെ ചെയ്ത് ഞങ്ങളും കുമാരം അല്ലെങ്കിൽ യുവത്വം കൈവിട്ടിട്ടില്ലാത്തവരാണ് എന്ന വിധത്തിൽ കോസ്മെറ്റിക് ആർട്ടൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ഗതികേടുണ്ട്. അപ്പോൾ വാർദ്ധക്യകാലത്ത് ഏവരും അനുഭവിക്കുന്നൊരു പ്രശ്നം കാലിൻ്റെ ബലഹീനതയാണ്. നിങ്ങൾക്ക് വാർദ്ധക്യകാലത്തെപ്പറ്റി അറിയാമെങ്കിൽ ബഹുഭൂരിപക്ഷം പ്രായാധിക്യം ചെന്ന ആളുകൾ, അവർക്ക് സംഭവിക്കുന്നത് അവർ വീണ് പോകുന്നു, വീണ് അവരുടെ ഹിപ്പ് ഒടിയുന്നു, അല്ലെങ്കിൽ അവർക്ക് കാര്യമായ മുറിവുണ്ടാകുന്നു, ചിലർ വീണ് മരിച്ചു പോകുന്നു. അപ്പോൾ കാലിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വയസ്സ് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും. ഉറച്ച കാലുകളോടുകൂടെ നമുക്ക് ഈ ഭൂമിയുടെ പരപ്പിൽ നടക്കാൻ കഴിയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് നാം ആരോഗ്യമുള്ളപ്പോൾ, യുവത്വത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും തിരിച്ചറിയുകയില്ല. എന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് കാലിൻ്റെ പ്രാധാന്യം, കാലിൻ്റെ സൗന്ദര്യം, കാലിൻ്റെ പ്രസക്തി, കാലിൻ്റെ വില എന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം, ഈ ഒരു വാക്യം എന്നോട് വാചാലമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ അംശങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ സാധ്യമല്ല. ഇത് വളരെ പ്രാഥമികമായ പ്രിലിമിനറിയായ ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കിടട്ടെ. നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. ഇവിടെ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് കാലിനെ പറ്റി പല 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 റെഫറൻസസ് നമുക്ക് വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ കാണാവുന്നതാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ചിന്തിക്കുന്നതിന് വേണ്ടി ഞാൻ അവയെപ്പറ്റി ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുകയല്ല. ഞാൻ ഈ റെഫറൻസസ് അതിനെപ്പറ്റി പരാമർശിക്കുന്നത് എന്നെ കേൾക്കുന്ന ആളുകൾ കുറച്ച് മുൻപോട്ട് പോയി ചിന്തിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ്. നമുക്കറിയാം, യേശുവിൻ്റെ കാൽപാദം സുഗന്ധദ്രവ്യം കൊണ്ട് പൂശി അവനെ ചുംബിക്കുന്ന ഒരു സ്ത്രീയുടെ അനുഭവം. സ്വന്തം കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ കാൽപാദങ്ങളെ കഴുകി വെടിപ്പാക്കി തലമുടി കൊണ്ട് തുടച്ച് യേശുവിനെ ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ. യേശുവിൻ്റെ പാദങ്ങൾ. യഹൂദ സംസ്കാരത്തിൽ ശിഷ്യന്മാരാണ് ഗുരുവിൻ്റെ കാൽപാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്നത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 13 യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതായി നാം കാണുന്നു. കാല് കഴുകുന്നു. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതൊരു പത്രോസിന് എന്തുകൊണ്ട് അത്രമാത്രം ഒരു അസ്വസ്ഥതയുണ്ടായി എന്ന് അറിയണമെങ്കിൽ യഹൂദ സംസ്കാരത്തിലെ ആ ഒരു നിബന്ധനം, അതായത് ശിഷ്യന്മാരാണ് ഗുരുക്കന്മാരുടെ കാല് കഴുകേണ്ടത്, ഗുരു ഒരിക്കലും ശിഷ്യന്മാരുടെ കാല് കഴുകരുത്. അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരനുഭവമാണ്. ആ ഒരു അനുഭവമാണ് യേശു അവിടെ കാല് കഴുകുന്നതിൽ കൂടെ അവർക്ക് പ്രദാനം ചെയ്തത് എന്ന് നാം മനസ്സിലാക്കാം.
പൗലോസ് അപ്പോസ്തലൻ തന്നെപ്പറ്റി പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഗമാലിയേലിൻ്റെ കാൽപ്പാദത്തിൽ ഇരുന്ന് പഠിച്ചവനാണ്. വളരെ അഭിമാനത്തോടുകൂടെയാണ് അപ്പോസ്തലൻ അത് പറയുന്നത്. ഞാൻ ഗമാലിയേലിൻ്റെ യഹൂദ മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ബുദ്ധിരാക്ഷസനായിരുന്ന ഗമാലിയേലിൻ്റെ കാൽപ്പാദത്തിലിരുന്ന് പഠിച്ചവനാണ് ഞാൻ. അതാണ് എൻ്റെ ഒരു ഇതാണ് അഭിമാനം, എൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം, മലയാളത്തിലെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ പല വിധത്തിൽ ഇങ്ങനെ അനേകം പരാമർശങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മുഴുവനും ഒരു കോംപ്രിഹെൻസീവ് ലിസ്റ്റ് അവതരിപ്പിക്കാൻ സാധ്യമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നാം കാലുകളെപ്പറ്റി ചിന്തിക്കേണ്ടത്? ഞാൻ അനുഭവത്തിൽ കൂടെ പറഞ്ഞു, ഞാനിപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത് എൻ്റെ കാലുകൾക്ക് ബലക്ഷയം വരാതിരിക്കാൻ എപ്രകാരം എന്തെല്ലാം ചെയ്യണം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്താണ്? പ്രായം ചെല്ലുന്തോറും കാലുകൾക്ക് ബലക്ഷയം സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഒരാൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ ഓരോ വർഷവും ആ വ്യക്തിയുടെ, സ്ത്രീയുടെയോ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും, മസിൽ മാസിൻ്റെ 10% സ്വാഭാവികമായും അത് വേസ്റ്റ് ചെയ്തു പോകും, അതില്ലാതെയായിത്തീരും, അത് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നടക്കുമ്പോൾ കാലുകൾ വിറയ്ക്കുന്നതും നാം വെക്കാനിടത്ത് വെക്കാൻ നോക്കുമ്പോൾ അത് ഉറയ്ക്കാതെ വീണു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യം, നമ്മുടെ കാലുകൾക്ക് സംഭവിക്കാവുന്ന ബലഹീനതകൾ അത് പൂർണ്ണമായി ചെറുത്തു നിൽക്കാൻ സാധ്യമല്ല, പക്ഷേ അതിൻ്റെ വേഗത കുറയ്ക്കാൻ സാധിക്കും. അതിന് തക്കതായ ഒരു അഭ്യാസം എന്ന് പറഞ്ഞാൽ എക്സസൈസ്, അതിൽ നാം ശ്രദ്ധ ചെലുത്തുമെങ്കിൽ അത് അനായാസം ചെയ്യാവുന്നതാണ്. അപ്പോൾ കാലിൻ്റെ പ്രാധാന്യം എന്താണ് എന്നത് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആദ്യമായി ഞാൻ കാലിനെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ ചലനാത്മകത മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ്. ഈ ചലനാത്മകത, മൊമെൻറ്റം എന്ന് പറയും. ഇപ്പോൾ ഒരു ശവം അവിടെ കിടക്കുന്നു, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അത് ചലിക്കുന്നില്ല, നടക്കുന്നില്ല എന്നതാണ്. യേശു ബിംബങ്ങളെപ്പറ്റി പറയുമ്പോൾ അത് പറയുന്നുണ്ട്, അവയ്ക്ക് കാലുകളുണ്ടെങ്കിലും അവ ചലിക്കുന്നില്ല. നാം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം എന്ന് പറയുന്നു. നടക്കണം, വാക്ക് ഇൻ ദ വേ ഓഫ് ദ ലോർഡ് എന്നല്ലേ പറയുന്നത്, നടക്കുക. യേശു തന്നെ വഴിയായി അവതരിപ്പിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും. എന്താണ് വഴിയെന്ന് പറയുമ്പോൾ അത് നാം മനസ്സിലാക്കുന്നില്ല. പലരും മനസ്സിലാക്കാൻ കൂട്ടാക്കാത്തൊരു കാര്യം, വഴി എന്നത് ചലനാത്മകതയുടെ ഒരു പര്യായമാണ്. ചലനാത്മകതയില്ലാത്ത ആത്മീയതയില്ല. അത് മൃതപ്രായമായ മതബോധം മാത്രമേ നിശ്ചലമായി അവിടെ തിരുന്നുകൊണ്ട് വാഗൊണ്ട് മാത്രം അലറുകയും മറുഭാഷ പറയുകയും ദൈവത്തെ സ്തുതിക്കുകയാണെന്ന് പറഞ്ഞ് അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കൂ. നടക്കുന്നതിൽ, ചലിക്കുന്നതിൽ, പോകുന്നതിൽ ഒരു വലിയ ജീവൻ്റെ മർമ്മമായ ക്രിയാത്മകതയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുവിനെ പൊതുരംഗത്ത് അപമാനിക്കാനായി എഴുന്നേറ്റ് നിന്ന, എല്ലാ അറിവിൻ്റെയും ഉറവിടം താനാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ആ ന്യായശാസ്ത്രി, അവൻ്റെ അവസ്ഥയിലുള്ള വലിയ അപാകത, അവൻ്റെ ആത്മീയതയിൽ ഈ ചലനാത്മകതയില്ലായിരുന്നു എന്നതാണ്. അതുകൊണ്ട് അവൻ്റെ അയൽക്കാരൻ ആരാണ് എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് കൽപ്പനയുണ്ട്, അതിന് കാണാപ്പാടെ പറയാം. പക്ഷേ അറിയാൻ മേലാത്തൊരു കാര്യം എന്താണ്? എൻ്റെ അയൽക്കാരൻ ആരാണ്? ചലനാത്മകതയില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിറഞ്ഞു നിൽക്കുന്ന അജ്ഞതയുടെ ഒരു സൂചനയാണ് ഇത് എന്ന് എന്തുകൊണ്ടോ പറയുവാൻ, പ്രഖ്യാപിക്കുവാൻ, വെളിപ്പെടുത്തുവാൻ സുവിശേഷകർ മടിക്കുകയാണ്. നമുക്കങ്ങനെ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സംഭാഷണം എങ്ങനെയാണ് അവസാനിക്കുന്നത്? 37-ാം വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം എന്താണ്? നീയും പോയി പോകണമെങ്കിൽ കാലുപയോഗിക്കണം,
ചലനാത്മകത. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. നീയും പോയി, വളരെ ഗോ. കാലില്ലാതെ പോകാനൊക്കൂ? കാലില്ലാതെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. ആ അവസ്ഥയുടെ പേരാണ് പക്ഷവാത രോഗി. അവന് ആകെപ്പാടെ ചെയ്യാതെ കട്ടിലിങ്ങനെ കിടക്കുക. പിന്നെ കാലുള്ളവർ വേണം. ഈ 4 കാലുള്ള കട്ടിലിൽ 4 കാലുണ്ട്, അത് കിടക്കുന്നവന് കാലില്ല. പിന്നെ കാലുള്ളവൻ വന്ന് ഈ കാലുള്ള കട്ടിലിൽ കിടക്കുന്ന കാലില്ലാത്തവനെ ചുമന്നുകൊണ്ട് അവിടെ എവിടെയും പോകണം. ഇത് ഒരു വിശ്വാസിയുടെ അവസ്ഥയാണ് എന്ന സൂചനയാണ് എന്ന് പല ആളുകളും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ യേശുവിനെ നാം കാണുന്നത് അവനെപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കസേരയിലിരിക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് വിഭാവന ചെയ്യാൻ കഴിയുമോ? എന്നാൽ അതേസമയം ഒരു കസേരയില്ലാത്ത മെത്രാനെയും നിങ്ങൾക്ക് വിഭാവന ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഗദ്ദി എന്ന് പറയും. ഗദ്ദി, അതായത് ഈ അവിടെ മത ആചാര്യന്മാരിരിക്കുന്ന ആ വലിയ ഇരിപ്പിടം ഗദ്ദി. ഇപ്പോൾ ഒരു ശങ്കരാചാര്യ, അങ്ങനെ പണ്ട് ശങ്കരാചാര്യന്മാർ സഞ്ചരിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ സഞ്ചരിച്ചാൽ തന്നെയും അവിടെ ഗദ്ദി എടുത്തുകൊണ്ട് പോകണം, ഇരിപ്പിടം. ആ ഇരിപ്പിടത്തിൽ ഇരുന്നില്ലേ പോയി, പിന്നെ വിലയില്ല. നമ്മുടെ ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കസേര. അതുകൊണ്ടാണ് ചിലരൊക്കെ മരിച്ചു കഴിഞ്ഞാലും കസേരയും കൊണ്ടേ പോകത്തുള്ളൂ. കസേര അത് കാലിന് പ്രാധാന്യമില്ല, കസേരയ്ക്ക് പ്രാധാന്യം. ഇതാണ് നമുക്ക് സംഭവിച്ച അധപ്പതനത്തിൻ്റെ ഒരു സൂചന എന്ന് മാത്രം സൂചിപ്പിച്ച് വളരെയധികം കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു വിഷയമാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് അധികമായി സഞ്ചരിക്കുന്നില്ല. നമുക്ക് അവസാനമായി നോക്കുമ്പോൾ യേശു ക്രൂശുമെടുത്ത് നടന്നുപോയി ഗോൽഗോഥയിലേക്ക് നടന്നുപോയി. പിന്നെ നാം കാണുന്നത് എന്താണ്? അങ്ങനെ നടന്നുപോയ കാലിന് മനുഷ്യൻ നൽകുന്ന സമ്മാനം എന്താണ്? ആണി കൊണ്ട് അടിച്ച് മരത്തിൽ തറച്ചു വെച്ചു. അവൻ ഒരിക്കലും അവൻ്റെ കാല് ഉപയോഗിക്കരുത്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇതാണ് നമ്മുടെ അധപ്പതനം. ഈ ഒരു അധപ്പതിച്ച മനസ്സുകൊണ്ടാണ് നാം പല കാര്യങ്ങളും മനസ്സിലാക്കുകയും പല നിലപാടുകളും എടുക്കുന്നത് എന്ന് വളരെ ഞെട്ടലോടുകൂടെയാണ് ഞാൻ ഒരു കാലത്ത് മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള ആ തിരിച്ചറിവുകളാണ് എന്നെ അല്പം വേറിട്ട കാഴ്ചപ്പാടിലേക്ക് നയിച്ചത് എന്ന് സാന്ദർഭികമായി മാത്രം ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാല് എന്ന ആശയം കൊണ്ട് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് മൊമെൻറ്റം. മൊമെൻറ്റം ചലനാത്മകത. എന്നാൽ യേശുവിൻ്റെ മാർഗം, യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ പൊതു ശുശ്രൂഷ, പരസ്യ ശുശ്രൂഷ, യേശുവിൻ്റെ പ്രവർത്തന രീതി, ഇതൊക്കെ നോക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായി വെളിപ്പെട്ട് നിൽക്കുന്നത് ചലനാത്മകതയാണ്. അവൻ ഓടി നടന്ന് നന്മ ചെയ്തു. അന്വേഷിപ്പാൻ, കാണാതെ പോയതിനെ അന്വേഷിപ്പാനായി ഞാൻ കടന്നു വന്നിരിക്കുന്നു. എല്ലായിടത്തും നോക്കിയാലും ചലനാത്മകതയാണ്. ആ യേശുവിൻ്റെ പേരിൽ ഒരു മതമുണ്ടാക്കിയിട്ട് നമ്മളോട് പറഞ്ഞു ദൈവം ഇരിക്കുന്നത് അവിടെ മാത്രമാണ്. പുരോഹിതൻ രാജാവായി നടിക്കുന്ന ഈ ഒരു ഇടുങ്ങിയ കൂടിന് മാത്രമേ ദൈവത്തിന് ഇരിക്കാനൊക്കത്തുള്ളൂ. നിങ്ങൾ ഏത് മതവും എടുത്ത് നോക്കിക്കൊള്ളൂ, മതവ്യത്യാസം ഇല്ലാതെ എല്ലാ പുരോഹിത വർഗവും പറയുന്നത് ഈ ഒരു ചെറിയ സ്ഥലത്ത്, ഞങ്ങൾക്ക് ആധിപത്യമുള്ള ഈ ചെറിയ സ്ഥലത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ അനുഭവിപ്പാനും ആരാധിപ്പാനും സാധ്യമാകുകയുള്ളൂ എന്ന് മാത്രവുമല്ല, അതുകൊണ്ട് തീരുന്നില്ല, ഞങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ വന്ന് ആരാധിക്കണം. പള്ളിയിൽ മണിയടിക്കുമ്പോൾ നിങ്ങൾ വരണം. പള്ളിയുടെ മണിയടിക്കുമ്പോൾ മാത്രം ദൈവം ഉണരുന്നു, ബാക്കിയുള്ള സമയത്തൊക്കെ ദൈവം കുംഭകർണനാണ് എന്നൊരാശയമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ ഇല്ലയോ എന്ന് ഒരു ക്രിസ്ത്യാനിയും ചിന്തിക്കാത്തത്. പ്രാവർത്തികമായി വാക്കുകൊണ്ട് പറയും, പക്ഷേ പ്രാവർത്തികമായി നാം ഒരിക്കലും ചിന്തിക്കുകയില്ല. കാരണം ഇങ്ങനെയുള്ള വളരെ തെറ്റായ, ഏതാണ്ട് ശവത്തിന് തുല്യമായ മത ആവിഷ്കാരങ്ങളാണ് നമുക്ക് ചെറുപ്പം മുതലേ ലഭിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഈ ചലനാത്മകത ആയ ഒരു ആത്മീയ ദർശനം നമുക്ക് പ്രാപിപ്പാൻ ഇന്ന് അത്യാവശ്യമാണ് എന്നത് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. രണ്ടാമത്, ചലിക്കുന്നവർ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കും. അനുഭവങ്ങളിൽ കൂടെ അവർ സത്യം തിരിച്ചറിയും. ഇപ്പോൾ എന്തുകൊണ്ട് യേശു ലോകത്തിലേക്ക് വന്നു? അല്ലെങ്കിൽ യോഹന്നാൻ സുവിശേഷത്തിൽ
1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്ന പോലെ, എന്തുകൊണ്ട് വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. യേശുവിൻ്റെ സുവിശേഷത്തെ പ്രവചിച്ചുകൊണ്ട് ദൂതൻ പറയുന്നത്, അവൻ്റെ പേര് ജോസഫിനോട് എന്താണ് പറയുന്നത്? അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാക്കണം. അതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. യേശു പറയുന്നത്, ഞാൻ നിങ്ങളിൽ വസിക്കാം, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് താതാത്മ്യം പ്രാപിക്കേണ്ടത്? സുഹൃത്തുക്കളെ, ദൂരെ നിന്ന് നോക്കിയാൽ ഒരു സത്യവും തിരിച്ചറിയുകയില്ല. ദൂരെ നിന്ന് നമുക്ക് കേൾവി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ആ അഭിപ്രായം. നമ്മൾ ഈ കാലത്ത് ഒന്നിൽ വയറ് നിറയ്ക്കാൻ പിസ്സ തിന്നും, മനസ്സ് നിറയ്ക്കാൻ ഈ കിംവദന്തികളും കേൾക്കും. മീഡിയ ഏജ് ആണല്ലോ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിച്ചാണെന്നുള്ള ഈ മിഥ്യാബോധത്തിൽ നമ്മൾ നടക്കുകയാണ്. ഒരു കാര്യവും വ്യക്തിപരമായി അന്വേഷിച്ചറിയുന്നൊരു സ്വഭാവം ഞാനിത് നന്നായിട്ട് അനുഭവിച്ചതാണ്. ഞാനൊരു കാലത്ത് വളരെ പീഡിപ്പിക്കപ്പെട്ട, മരണതുല്യമായി പീഡിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യം. ഈ രാജ്യത്തെ വളരെ ശക്തിയേറിയ ശക്തി കേന്ദ്രങ്ങൾ എനിക്കെതിരെ അണിനിരന്ന് സംഘടിതമായി യുദ്ധം ചെയ്ത ഒരു കാലഘട്ടം. 9 വർഷം നീണ്ടു നിന്ന നരകതുല്യമായ അനുഭവങ്ങൾ. ദിവസവും എനിക്കെതിരെ പച്ചക്കള്ളം പറഞ്ഞ് പരത്തുക. അങ്ങനെ ഞാനൊരു വലിയ ധാർമ്മിക രാക്ഷസനാണ്, അധാർമിക രാക്ഷസനാണ് എന്ന ഒരു ഇമേജ് മീഡിയ ഉണ്ടാക്കി. എന്നാൽ ഞാൻ ഡൽഹിയിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു പുരോഹിതനായി ഡൽഹിയിലുള്ള 3 മലയാളി കോൺഗ്രിഗേഷൻസിൽ ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവിടെയുള്ള എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹവും ബഹുമാനമായിരുന്നു. എന്നിരിക്കെ അവരിൽ ഒരു വ്യക്തി പോലും, ഒരു പുരോഹിതനോ ഒരു ഐമേനിയോ ഈ പറയുന്ന കാര്യങ്ങളുടെ സത്യം എന്താണ് എന്ന് എന്നോട് 9 വർഷത്തിനിടയിൽ ചോദിച്ചിട്ടില്ല. കാരണം അവർക്ക് കിംവദന്തികൾ മതി. ഇതാണ് അതിൻ്റെ സത്യം. ഞാൻ നിങ്ങളോട് കൈകൂപ്പി ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരു സംഭവം കേട്ടാൽ അതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിച്ച് ആ ഒരു നിലപാടെടുക്കാൻ ഉള്ള സമയം കണ്ടെത്തുമോ? അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകുമോ? അതിന് അധ്വാനിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതിനെല്ലാം ഉൾപ്പെടുന്ന വാക്കാണ് പാദങ്ങൾ, ചലനാത്മകത. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് അത് യേശുവിൻ്റെ വ്യക്തിത്വമാണ്. ആരും പറയുന്നത് കേട്ട് യേശു ഒന്നും ചെയ്തില്ല. സ്വന്തമായ അനുഭവത്തിൽ, അറിവിൽ ഇന്നത് നിർവഹിക്കേണ്ടതാണ് എന്ന ഉത്തമ ബോധ്യമുള്ളപ്പോൾ മാത്രമേ യേശു പ്രവർത്തിച്ചു. ഉദാഹരണം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മയാണ് അവനോട് വന്ന് പറയുന്നത്, അവർക്ക് വീഞ്ഞ് തീർന്നു പോയി, ദേ ഹാവ് നോ വൈൻ എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എനിക്കതൊക്കെ മനസ്സിലാകും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. ആ ഒരു നിലപാടാണ് ഒരു മാനദണ്ഡമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ഒരു വ്യക്തിത്വം ഉണ്ടാകുകയുള്ളൂ. അവർക്ക് മാത്രമേ മെറ്റഫോറിക് ലാംഗ്വേജ്, പ്രതീകാത്മക ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് മാത്രമേ നട്ടലുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ അവരും പറഞ്ഞത് കേട്ട് ഇവരും പറഞ്ഞത് കേട്ട് കിംവദന്തി മാത്രം വിഴുങ്ങി അങ്ങനെ ഉള്ള ആളുകൾക്ക് ഒരിക്കലും നിലനിൽക്കുന്ന ഒരു നിലപാട്, ഒരു കൺവിക്ഷൻ, എ സ്റ്റാൻഡ് ബേസ്ഡ് ഓൺ എ ക്ലിയർ കൺവിക്ഷൻ, അങ്ങനെയുള്ള അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ലൗദോക്യ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ പറയുന്നത്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നീ ശീതോഷ്ണവാനാകിയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും, തുപ്പിക്കളയും. എനിക്ക് സ്വീകാര്യമല്ല, അറപ്പാണ്, നിന്നെ കണ്ടാൽ ഞാൻ ഛർദ്ദിക്കും. അതാണ് പറയുന്നത്. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ പാദങ്ങൾ, നിൻ്റെ കാൽപാദങ്ങൾ, അതിൻ്റെ 2-ാമത്തെ ആശയം ഇതാണ്. 3-ാമത് അതിനോട് ബന്ധമുള്ള, നമുക്കറിയാം യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ അവർക്ക് അതിന് തക്കതായ കാൽപാദങ്ങൾ ഉണ്ടാകണം.
ഇല്ലാത്തവർ മറ്റേ വഴിക്ക് ഓടിപ്പോകും. അതിനുള്ള ഉദാഹരണങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലുണ്ട്. ഞാനത് എടുത്തു പറയുന്നില്ല, ആവശ്യമില്ലാത്തത് കൊണ്ട്. അപ്പോൾ അവർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു, യേശുവിൻ്റെ കൂടെയായി, അവനോട് കൂടെ നടന്നു. കൂടെ നടന്നത് കൊണ്ട് അവർ വളർന്നു. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പത്തിൽ നാം നടന്നത് കൊണ്ടാണ് വളർന്നത്, അല്ലേ? അന്ന് കിടപ്പായിരുന്നുവെങ്കിൽ നാം ശോഷിച്ചിത്രയായിപ്പോയിനെ. നമ്മുടെ നടപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴും ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ദിവസം 6000 സ്റ്റെപ്പ് നടക്കണമെന്നാണ് പറയുന്നത്. 6000. കാരണം ആരും നടക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ആളുടെ ശരീരത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ നമുക്കറിയാം. നമ്മുടെ ഏറ്റവും പരിശുദ്ധന്മാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആത്മീയ ഗുരുക്കന്മാരുടെ ശരീരം നോക്കിയാൽ നമുക്കറിയാം അതെന്താണ് എന്നുള്ളത്, എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നത് വളരെ വേദനയുള്ള കാര്യമായതുകൊണ്ട്. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ തന്നിലേക്ക് വിളിക്കുന്നത് അവരെ അയക്കാനാണ്. ഗോ, നിങ്ങൾ പോകുവീൻ. കാലില്ലാത്തവന് പോകാനൊക്കുമോ? നിങ്ങൾ എന്താ പറയുക? കാലില്ലാത്തവന് പോകാനൊക്കുമോ? അങ്ങനെ കാലില്ലാത്ത അവസ്ഥയിലാണ്, അങ്ങനെ ഇരുന്ന് ഹല്ലേലൂയ പറയുന്നവരാണ് വലിയ പരിശുദ്ധരെന്നൊക്കെ ധരിക്കുന്നൊരു കാലഘട്ടത്തിൽ നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണത്. ഇന്ന് ക്രിസ്ത്യാനിയുടെ ഇടയിൽ, ക്രിസ്തീയ സഭയിൽ ഈ അയക്കപ്പെടുന്ന അവസ്ഥയില്ല. പിന്നെ മിഷൻ നടക്കുന്നുണ്ട്. അവിടെ എന്താ നടക്കുന്നതെന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. അയക്കപ്പെടാത്ത അവസ്ഥയിൽ ചില ആളുകൾ, അവർക്ക് വേറെ ഒന്നും പണിയില്ലാത്തത് കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഈ അജണ്ടകൾ, പരിപാടികൾ, അതിനെ മിഷൻ നമ്മൾ പറയും. കാരണം മിഷൻ എന്ന ആശയം എന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് നമുക്കത് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ മിഷൻ ഫീൽഡുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ആരും അറിയാതിരിക്കുന്നതാണ് നന്ന് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ വിഷയം അങ്ങ് വിടുകയാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി വളരെയധികം പറയേണ്ട കാര്യമുണ്ട്. പക്ഷേ സമയം പോകുന്നത് ഇപ്പോൾ തന്നെ 32 മിനിറ്റ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പക്ഷേ അത് കൂടുതൽ വ്യക്തത പ്രാപിക്കാൻ സാധിക്കും. അമേരിക്കയിൽ വില്ലോ ക്രീക്ക് ചർച്ച് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ ചർച്ചുണ്ട്. വില്ലോ ക്രീക്ക് ചർച്ച് ഒരു പക്ഷേ അമേരിക്കയിലുള്ള പള്ളികളിൽ വളരെയധികം തലയെടുപ്പുള്ള പള്ളിയാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ അതിൽ പതിയുന്നത്. അവർ വളരെയധികം സമ്പത്തുള്ള പള്ളി, $millions. അതുകൊണ്ട് അവരൊത്തിരി മിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ പല പരിപാടികളുടെ ഒരു തൃശ്ശൂർ പൂരമാണ് ഈ വില്ലോ ക്രീക്ക് ചർച്ച്. ആളുകൾ വളരെ തത്രപ്പാടിലാണ്, എല്ലാവരും ബിസിയാണ്. പക്ഷേ പണ്ട് ഒരു സർവേ നടത്തി അവരുടെ ഒരു ഓഡിറ്റ് ഓഫ് ചർച്ച് ലൈഫ്, എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. ആ ഓഡിറ്റിൽ കൂടെ, ആ ഒരു പരിശോധനയിൽ കൂടെ വെളിപ്പെട്ട് വന്നത് എന്താണ്? ഈ വില്ലോ ക്രീക്ക് ചർച്ച് നടത്തുന്ന പരിപാടികൾ കൊണ്ടൊന്നും ആർക്കും ഒരു ആത്മീയമായ ഗുണമില്ല. വലിയ വലിയ പ്രസ്ഥാനങ്ങളുണ്ട്, സംരംഭങ്ങളുണ്ട്, പ്രവർത്തനം നടക്കുന്നുണ്ട്, പണം പിരിക്കുന്നുണ്ട്, കോടികൾ ചെലവാക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ആർക്കും ഒരു പ്രയോജനമില്ല. ആളുകൾ വളരുന്നില്ല, ആത്മീയമായി വളരുന്നില്ല. ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് വില്ലോ ക്രീക്ക് ചർച്ച് നടത്തിയിരുന്ന പരിപാടികളെ കൊണ്ട് പ്രയോജനമില്ല. എന്നാൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ആൾക്ക് പ്രയോജനമുണ്ട് എന്ന ഒരു കണ്ടുപിടുത്തമുണ്ടായി. ഇത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ സഭാജീവിതത്തിൽ പ്രവർത്തനമുണ്ട്, പക്ഷേ അത് ഏത് തരത്തിലുള്ള പ്രവർത്തനമാണെന്ന് ഈ വില്ലോ ക്രീക്ക് ചർച്ച് അന്വേഷിച്ചതുപോലെ നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ട് നമ്മൾ ഇതേ ട്യൂണിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് നാം അന്വേഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് ആത്മീയമായ നമ്മുടെ കാലുകൾ അത് ഉണ്ടോ ഇല്ലയോ, അത് പ്രയോഗിക്കുന്നുണ്ടോ, അതുകൊണ്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ. ഇനി വളരെ പ്രാവർത്തികമായൊരു കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഇടയിൽ ഇപ്പോൾ പെണ്ണ് കാണാൻ പോകും. എന്തുകൊണ്ടാണ് പെണ്ണ് കാണാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ആണ് കാണാൻ പോകാത്തതെന്ന് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഇത് ഒരു 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 വിവേചനത്തിൻ്റെ അടയാളമാണ് എന്ന് മാത്രം പറയട്ടെ. പെണ്ണ് കാണാൻ പോവുക, ആണിനെ കാണാൻ പോകണം, പോട്ടെ. അപ്പോൾ പെണ്ണിനെ കാണാൻ പോകും.
അപ്പോൾ പെണ്ണിൻ്റെ മുഖം, തൊലി, നിറം, പിന്നെ വീട്, അതൊക്കെ പരിശോധിക്കും ആളുകളുണ്ട്. പക്ഷെ വാസ്തവത്തിൽ എന്നെ കേൾക്കുന്ന യുവാക്കന്മാർ ചെയ്യേണ്ടത് ഇതൊന്നുമല്ല. പെണ്ണിൻ്റെ കാൽപാദങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല. എനിക്ക് നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വിലയേറിയ ഉപദേശമാണിത്. യുവാക്കന്മാരെ, നിങ്ങളുടെ ജീവിതം നരകമാകാതിരിക്കേണ്ടതിന് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ മുഖം നോക്കുകയേ അരുത്. അത് മുഖമല്ല നോക്കേണ്ടത്, അവരുടെ കാൽപാദങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വല്ല വിവരമുണ്ടെങ്കിൽ മനസ്സിലാകും നിങ്ങൾ പോകുന്നത് നന്മയിലേക്കാണോ അതോ നരകത്തിലേക്കാണോ എന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടികളോട് വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്, ദയവായി നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ്റെ കാൽപാദങ്ങൾ ശ്രദ്ധിപ്പീൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എനിക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല, വചനം എന്നെ ഇതാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, മുഖമല്ല നിങ്ങൾ നോക്കേണ്ടത്, കാൽപാദങ്ങൾ ശ്രദ്ധിപ്പീൻ. അവിടെ എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ സുവിശേഷങ്ങളെടുത്ത് പ്രഖ്യാപിച്ചാൽ സമയം പോകുമെന്നതുകൊണ്ട് മാത്രം ഞാൻ അതിന് മുതിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് യെശയ്യാപ്രവാചകൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടെ നമ്മെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചിന്തകൾ ഉപസംഹരിക്കാം. എന്താണ് പ്രവാചകൻ പറയുന്നത്? സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതൻ്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരമായിരിക്കുന്നു. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ക്രിസ്തുവേശുവേ, അങ്ങയുടെ കാൽപാദത്തിങ്കലിരുന്ന് ബുദ്ധി പഠിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും ഇടയാകണമേ. ആമേൻ.